നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ടേ അമ്മമാരെയാണ് നിങ്ങൾ ഇടിക്കേണ്ടത്. നിങ്ങളെ കൊല്ലാൻ ഇത്ര പിള്ളേര് തന്നെയാണ്. നിങ്ങൾ വെറുതെ നോക്കിയാണ് അടിയണത്. പുള്ളി ഇത്രയും വഴക്കൊക്കെ പറയും. എന്നിട്ട് പുള്ളി ചില ഷോട്ടിൽ പുള്ളി സാനിഫിനൊക്കെ എടുത്തിട്ട് പിരിക്കുന്ന പറയണ്ടല്ലോ. സാനിഫ് വീട്ടിലുള്ള ഫൈറ്റിലായിരുന്നു, അതുകൊണ്ട് ഈ ഒച്ചയുടെ വിഷയം ഉണ്ടായില്ല. അവന് ചെവിയിൽ അടി ഇട്ടിട്ട് പിന്നെ ഒച്ച കേൾക്കാൻ പറ്റാത്തതിന്റെ ചെറിയ വിഷയം മാത്രമേ. ആ പുള്ളി ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. സാനിഫ് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അല്ല ഇവൻ പ്രൊഫഷണൽ ആണ്. പെർഫെക്ഷനിസ്റ്റ് പറഞ്ഞ തെറ്റിപ്പോയി. ഇത് കഴിയുമ്പോ വലിയൊരു മാറ്റം വരുന്ന സീനെ എടുത്ത് മാറ്റം മാസ്റ്റർ ഡയറക്ടർ ഫ്രണ്ട് ആ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല അടിയിട്ടല്ലേ? വീട്ടിലടി. നമ്മുടെ റിയൽ ലൈഫില് ഏതെങ്കിലും ഒരു ചന്തുവിനെ നേരിട്ട് കണ്ടോ? എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ഒരു ഇടിയൻ. അങ്കമാലി ഭാഗത്തൊക്കെ നമ്മുടെ ഗ്യാങ്ങിലും അങ്ങനെ ഒരു ഇടിയനുള്ള ആരാണ്? പേര് പറയാൻ പറ്റുമോ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ലൊക്കേഷനിൽ അങ്ങനെ ഒരു നേരം പോക്ക് എന്തായാലും അതൊക്കെ ഈ നടിനന്മാരോട് ചോദിക്കും. ഇവിടെ പ്രൊഡ്യൂസറുടെ അടുത്ത് ക്ലൈമാക്സ് ഫൈറ്റ് 100-300 സ്റ്റുഡൻസ് ഉള്ള ഫൈറ്റിന് അഭിനയിക്കാനായിട്ട് ഒറിജിനൽ ഗുണ്ടേനൊക്കെ കൊണ്ടുവന്ന് ആളെ തയ്ക്കണമല്ലോ. ഒറിജിനൽ ഗുണ്ടേന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ ഫ്രണ്ടിലേക്ക് കൂട്ടാന്ന് പറഞ്ഞു. ഈ അഭിനയമോഹികളായിട്ടുള്ള ഗുണ്ടകളുണ്ടേ ഒന്ന് ഇപ്പണ്ട് ഇവന്മാരോട് ബാക്കിലേക്കടാ, ഇവിടെ ഈ 100-300 പിള്ളേര് ടൂളുമായിട്ട് ഒന്ന് പുള്ളിക്കിട്ട് അടിക്കുന്ന കാര്യം പുള്ളി വിചാരിച്ചിട്ടുള്ള. ദിവസത്തെ അടി കഴിഞ്ഞു. പിറ്റേ ദിവസം ഗുണ്ട വന്നിട്ട് ഫ്രണ്ടിട്ട് കൊള്ളിട്ടാ മാസിന് അന്ത ഫ്രണ്ടിൽ എന്താ നടിയനവിടാ. അപ്പൊ പുറകില് പുള്ളിക്കണ്. ഞാൻ നോക്കുമ്പോ മാവിന്റെ പുറയില് ഒളിച്ചേക്കണ്. ഞാൻ ചേട്ടാ ചേട്ടനല്ലേ വിളിക്കണത്. റേഷൻ കട പോയി എന്തോ മേടിക്കാനൊക്കെ ആയിട്ട് പോയതാ. ഒരു കയ്യില് ബിഗ് ഷോപ്പറും മണ്ണെണ്ണ പാട്ടൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഇട്ട് വീട്ടിൽ പറഞ്ഞു. ഞാനിപ്പോ പഴയ പോലെ അല്ല, സാറായിന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ വിശ്വസിക്കണ്ടേ. നീ തന്നെ പോയി മേടിക്കാൻ പറഞ്ഞു. കട്ടപ്പന കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നായകനൊക്കെ അല്ല ഇനി എന്തെങ്കിലും പണിക്കുമെന്ന് പറഞ്ഞു. നമസ്കാരം, ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ. വെൽക്കം ടു ജാങ്കോ സ്പേസ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയ സിനിമയുടെ വിശേഷമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് സിനിമയുടെ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയലോഗുകളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആവും. അപ്പോൾ ഇപ്പോൾ ഈ സ്കൂളൊക്കെ തുറന്ന് ഓണക്കാലം ആവാറായി. അപ്പോൾ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു ഡയലോഗ് ഉണ്ട്. വേറെ ഒന്നുമില്ല, നീയൊക്കെ +2 പിള്ളേരുടെ ഇടി കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ഇടിയൻ ചന്തുവിൻ്റെ ഡയലോഗാണത്. അപ്പോൾ ഇടിയൻ ചന്തുവിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലെ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്ന അതിൻ്റെ മെയിൻ താരങ്ങളായ വിഷ്ണുവേട്ടൻ നമസ്കാരം, കിച്ചുവേട്ടൻ നമസ്കാരം, പിന്നെ നമ്മുടെ ജയശ്രീ ഹലോ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് വിഷ്ണു ബ്രോനോട് തന്നെ ചോദിക്കണം ഏട്ടാ, ഇടിയൻ ചന്തു നമുക്ക് ഇപ്പോൾ ഒരുപാട് കോമൺ ഫ്രണ്ട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് സർക്കിളിലെ ആളാണ് വിഷ്ണുവേട്ടൻ. ഒപ്പം തന്നെ നല്ല രീതിയിൽ ട്രോള് തരാനും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്. അപ്പോൾ ഇടിയൻ ചന്തു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ ചെയ്യാൻ പോവാണ്. ഒരു +2 പയ്യൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ നിന്നുള്ള റിയാക്ഷൻ എന്തായിരുന്നു ഫസ്റ്റ്? എല്ലാവർക്കും ഓക്കെയാണ്, ഹാപ്പിയാണ്. കാരണം അവരൊക്കെ ഇൻവോൾവ് ആണ് ഈ സിനിമയിൽ. എല്ലാവരും ഇൻവോൾവ് ആണ്. അല്ലെ നമ്മളിതെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു പടം ചെയ്യണു എന്ന് പറയണ പോലത്തെ ഒരു പരിപാടിയല്ല. അവർക്കൊക്കെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈമിലോട്ട് ഇവരെല്ലാവരും നമ്മളെ ഇത് പെട്ടെന്ന് ഒരു ദിവസം വന്ന ഒരു പ്രൊജക്റ്റും അല്ല. എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ എല്ലാവരും ഉണ്ട്. ശരിക്കും ഈ പടത്തിന്റെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ സിനിമ. ഇത് കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ മൊത്തത്തിൽ, അതായത് നമ്മുടെ ക്രൂ ഉണ്ട്, മാത്രമല്ല ഈ സിനിമ നടക്കാൻ തന്നെ ഒരു നാട് മൊത്തം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ സപ്പോർട്ട് ചെയ്ത കഥകൾ ഒരുപാട് അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് തന്നെ കിച്ചുവേട്ടാ, ഇതിന്റെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അത് കിട്ടിയ ഒരു ഒരു എന്താ പറയാ, ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് അവസാനം വരെ നല്ല രീതിയിൽ നമ്മൾ പിടിച്ചിരുത്തിയത്. ആ എനർജി എന്താണ്? ആ ക്രൗഡ് തന്നെയാണ്. ആ ക്രൗഡും ആ കൂട്ടായ്മയും തന്നെയാണ്. ഒരിക്കലും നമുക്ക് 100-300 പിള്ളേരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല റിയൽ ലൈഫിൽ. എല്ലാവരും ഒരേപോലെ തന്നെ നിന്നിട്ടുണ്ട്. അവരൊക്കെ ഒരേപോലെ, ഞങ്ങൾ വേറെ. അവരൊറ്റക്കെട്ടായിരുന്നു. അടി വാങ്ങിക്കല്ലേ നമ്മള്, അടി മേടിക്കണം. ശരിക്കും കിട്ടിയായിരുന്നോ? കിട്ടി. അത്ര പേരില്ലേ? അത്രയും പേര് പേരല്ലല്ലോ. അത്ര ക്രൗഡ് ഉള്ളതുകൊണ്ടേ നമുക്കൊന്നും പറയാൻ പറ്റില്ല എവിടെ നിന്ന് അടി തന്നെയെന്ന്. കട്ട് വിളിച്ചാൽ ചിലപ്പോൾ കേൾക്കില്ല അത്ര ആൾക്കാരുള്ളപ്പോഴേ. എന്താ നടക്കണെന്ന് ഇത് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും? അപ്പൊ മാസ്റ്റർ ഇങ്ങനെ കേട്ടിരിക്കുക, കട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓടി പുറത്തു പോവാ.
അതാണ് അതേ രക്ഷയുള്ളൂ. അവിടെ നിന്ന് അടി തന്നെ ആയിരിക്കും. പരസ്പരം ഇവര് തമ്മിൽ അടിയല്ലേ ലാസ്റ്റ്. അല്ല കട്ട് പറഞ്ഞാലും അടി നിക്കണമെന്നില്ല. കാരണം ഈ ഇത്രയും പേര് കിടന്ന് ഒച്ച വെക്കണോണ്ട് കേൾക്കൂല. കട്ട് പറഞ്ഞാലും അതങ്ങോട്ട് കേൾക്കില്ല. അതിന് ആ ക്രൗഡിന്റെ നടുക്ക് ഒന്നും കേൾക്കണ്ടാവില്ല. തൊട്ടടുത്ത് ഒച്ചയും അലർജിയൊക്കെയാണ്. നമ്മുടെ സാനിഫിനൊക്കെ എടുത്തിട്ട് പിരിക്കുന്ന പറയണ്ടായിരുന്നല്ലോ. സാനിഫ് വീട്ടിലുള്ള ഫൈറ്റിലായിരുന്നു, അതുകൊണ്ട് ഈ ഒച്ചയുടെ വിഷയം ഉണ്ടായില്ല. അവന് ചെവിയിൽ അടി കിട്ടിയിട്ട് പിന്നെ ഒച്ച കേൾക്കാൻ പറ്റാത്തതിന്റെ ചെറിയ വിഷയം മാത്രമേ ഉള്ളൂ. ചെടിച്ചെടിക്കെങ്ങാണ്ട് നല്ല അടി കിട്ടിയെന്നുള്ളേ. ഓക്കെ, ഒഴിഞ്ഞു മാറാൻ പറഞ്ഞ ടൈമിംഗ് അങ്ങോട്ട് മാറിപ്പോയിന്നോളൂ. അതല്ല സാനിഫിന് ചിരി വന്നു. അല്ലാത്തവർക്കങ്ങനെ ഒഴിഞ്ഞു ഇത്രയും ഇടികൊള്ളതിനിടയിൽ ഒരു ചിരി വന്നപ്പോ കട്ടോറ് വീണ്ടും റീഷൂട്ട്. ആ പുള്ളി ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. മാസ്റ്റർ സാനിഫ് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അല്ല ഇവൻ പ്രൊഫഷണൽ ആണോ? പെർഫെക്ഷനിസ്റ്റ് പറഞ്ഞ തെറ്റിപ്പോയി. മാസ്റ്ററിന്റെ കാര്യം പറഞ്ഞേ. മാസ്റ്റർ പറഞ്ഞ തെറ്റിപ്പോ വേറെ കുഴപ്പമില്ല, പെട്ടെന്ന് കേട്ടപ്പോഴേ സാനിഫ് കേൾക്കുന്നുണ്ട്. പടം വരുമ്പോ അറിയാ സാനിഫ് മറ്റേ വണ്ടിയുടെ മോളിൽ കൂടെയൊക്കെ ചാടി ഇറങ്ങി ഓടി വരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതല്ലേ, വൻ സാധനമാണ്. ഇത് കഴിയുമ്പോ വലിയൊരു മാറ്റം വരുന്ന പറഞ്ഞത്. സീനെ എടുത്ത് മാറ്റം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് സാനിഫ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടാണ്. മാസ്റ്റർ പറഞ്ഞു ഡയറക്ടർ ഫ്രണ്ട് ആ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല അടിയിട്ടല്ലേ? വീട്ടിലുള്ളവര് വീട്ടിലടി വീട്ടിലടിക്ക് എല്ലാവർക്കും. അത് കഴിഞ്ഞപ്പോഴാണല്ലോ നമ്മുടെ ബിജുചേട്ടന്റെ ഗംഭീര പരിപാടി ബിജു സോപാനം. പുള്ളിയുടെ പുതിയൊരു മുഖം പുള്ളിയുടെ ഇതൊരു ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഫൈറ്റോ അല്ലെങ്കിൽ പരിപാടിയായിട്ട്. ബിജുചേട്ടൻ നമ്മള് വേറൊരു പുള്ളി ഇതിൽ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി. ഓക്കെ, അതുപോലെ ഇനി ജയശ്രീയിലേക്കാണ്. ജയശ്രീക്ക് നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ഓട്ടോറിക്ഷ വെറുതെ എന്ന് വെച്ചാൽ ജയശ്രീനെ ഒരു ഓട്ടോറിക്ഷ ഇടിച്ചിട്ടുണ്ട്. ആ കഥ അറിയാമോ നിങ്ങൾക്ക്? ഭയങ്കര വാർത്തയതാ. വെറുതെ ഇന്ന് ജയശ്രീനെ വഴിക്കൂടെ പോയി ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഒരു അറ്റിടി. സാനിഫാണോ? ഓട്ടോറിക്ഷ ഒരു ബന്ധമില്ല. ഇതൊരിക്കലും 4 വർഷം മുമ്പ് കണ്ടതാണ് കഥ. അതെന്തായാലും സംഭവം? മൂന്നാറിലേക്ക് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയപ്പോൾ സംഭവിച്ചതാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ കാറിന്റെ സൈഡിൽ നിൽക്കുമ്പോ ഓട്ടോ ഒന്ന് ഇടിച്ചു. പോണ വഴി ആ ഓട്ടോക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് അറിയില്ല എന്താ പറ്റിയെന്ന്. നേരെ പോയിച്ചു ഓട്ടോ പെട്ടെന്ന് തിരിഞ്ഞിട്ട് പോയിട്ട് ഇടിച്ചാന്ന് പറയുന്നത്. അതിന് തൊട്ട് ഞാൻ ഡോർ തുറന്ന് നിൽക്കായിരുന്നു. അവിടെ സ്പേസ് ഉണ്ട് ആക്ച്വലി. നല്ല രാവിലെ ആയിരുന്നു. അപ്പോൾ ആ സൺലൈറ്റിൽ കാണാത്തതായിരിക്കാം പുള്ളി വരുമ്പോൾ. ഓട്ടോന് പോകാനുള്ള സ്പേസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ സൈഡ് ഒതുക്കിയിട്ടിട്ട് നമ്മൾ കാറിന്റെ സൈഡിൽ നിൽക്കായിരുന്നു. അപ്പോൾ കാറിന്റെ ആ ഡോർ അടക്കം അടിച്ച് അങ്ങനെയാണ് സംഭവിച്ചത്. കാർ പാർക്ക് ചെയ്താലും റോഡ് സൈഡിലേക്കുള്ള ഡോറില്ലേ, അതൊരു കാരണവശാലും തുറന്നവിടെ നിൽക്കരുതെന്നാണ് ഗുണപാഠം. അതെ, പറഞ്ഞു വരുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാം. ഇങ്ങനെയൊക്കെ സംഭവം അങ്ങനല്ല. സ്പേസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, തെറ്റ് പറയാൻ പറ്റില്ല. ആ പുള്ളി കണ്ടില്ല, ഞാനും അവിടെ നിൽക്കായിരുന്നു. ഞാൻ തിരിഞ്ഞു നിൽക്കായിരുന്നു, ഓട്ടോ തന്നെ കണ്ടില്ല. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ പോകുമ്പോൾ ആ ഒരു വട്ടവിടെ എത്തില്ല. അവന് മുമ്പുള്ള ഒരു വഴിയില്ല. ഓട്ടോറിക്ഷ ചെയ്ത് ഭാഗ്യം വല്ല KSRTC അല്ല, ചുമ്മാ എന്തെങ്കിലും പറയാല്ല. ഓക്കെ, ഗുണപാഠം കിട്ടി. ആരും ഡോറ് തുറക്കരുത് റോഡിന്റെ സൈഡിൽ. കാണിച്ചത് ജീവിച്ച് കാണിച്ചെന്നാണ് ഉദാഹരണം. അതെ, ഓക്കെ. ഈ സിനിമയിലേക്ക് വരുമ്പോ നമ്മുടെ ക്യാരക്ടർ എന്താണ്? ക്യാരക്ടർ ടീന എന്ന് പറഞ്ഞ +2 കാരിയാണ്. കരാട്ടെ ഒക്കെ അറിയുന്ന, എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ. ശരിക്കും കരാട്ടെ അറിയാമോ? ഇല്ല, ഇതിനു വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ ഇത് കഥ കേട്ടപ്പോൾ ആദ്യം ഇത് പഠിക്കണം എന്ന് അറിയില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. മാർഷൽ ആർട്സ് പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനു വേണ്ടി ട്രെയിനിങ് പോയി ചെയ്തു, 2 ആഴ്ച ഒക്കെ പോയി പഠിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ, പിന്നെ എന്തിനും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ക്യാരക്ടറാണ്. ലൗഡർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ഒരു പരിപാടികളൊക്കെ കുറച്ച് പഠിച്ചതൊക്കെ മനസ്സിലുണ്ടോ ഇപ്പോഴും? ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഒരാളെ കിട്ടി ഇപ്പോഴും ഇടിക്കും. ട്രെയിനിങ് മീൻ അതിനാവശ്യമായിട്ട് ഇപ്പൊ അതിലൊരു ചെറിയൊരു സീക്വൻസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഒരു സ്റ്റാൻഡിങ്ങും പരിപാടികളൊക്കെ ഉള്ള അത് കൃത്യമായിട്ട് പോസ്റ്റേഴ്സ് പരിപാടി അതൊക്കെ അതെ. ഈ കമലതളത്തിന് വേണ്ടി ലാലേട്ടനൊക്കെ ജസ്റ്റ് ചെറിയൊരു ട്രെയിനിങ് കൊടുത്തപ്പോൾ തന്നെ അത് ഗംഭീരമൊക്കെ ചെയ്യുന്നു. പെർഫെക്ഷൻ നല്ല രീതിയിലാണ്. അതൊക്കെ ചെറിയൊരു മതി, അത് ബാക്കി തന്നെ പിടിച്ചോളാം. ഇതിന്റെ ഇടയിൽ ഒരു ഇടി കൊണ്ടായിരുന്നോ?
ഇടി വലിയ കാര്യമായിട്ട് അങ്ങനെ വലിയ പരിക്കുകൾ പ്രശ്നങ്ങളൊന്നും പറ്റൊന്നുമില്ല. ഓക്കെ ആയിരുന്നു. മേളല്ലേ അത് പറയുന്നത് suspense കളാ. ഞാൻ പറയാം അതെ, ഒന്നുമില്ല. ഇടി കൊള്ളണ കണ്ടായിരുന്നു ഇവർക്കൊക്കെ. കൊള്ളണത് കണ്ടെന്നോ അത് ഈ പറഞ്ഞ പോലെ മൊത്തൊരു കൂട്ടം ബഹളം പൊടി സൗണ്ട് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഒരു കുരുക്ഷേത്ര വാർ നേരിട്ട് കാണുന്ന പോലെ. ഒരു യുദ്ധം അല്ല, നമ്മൾ പറയുന്ന സ്റ്റുഡൻസ് പിള്ളേരും അത്രയും പിള്ളേരുടെ ഇടയിലുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഒരു ഇടി ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ ചോദിക്കും. ഉണ്ടാക്കിയിട്ടുണ്ട്. കൊറേ സ്ഥലത്ത് 13 ഇന്റർവ്യൂവിലും ഇത് തന്നെ ചോദിച്ചാ? കറക്റ്റ് പുള്ളിയുടെ അടുത്തേക്ക് ഫസ്റ്റ് അത് എന്താ പറയാ, അങ്കമാലി ഒട്ടിട്ട് പിടിച്ചേക്കുന്ന ഒരു സാധനമാണ് ഇടി എന്ന് പറയുമ്പോൾ തന്നെ ഫേസിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സിനിമയിൽ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ലുക്കും കാര്യമൊക്കെ വന്നപ്പോൾ നമുക്ക് ചോദിക്കാൻ തോന്നി. ഉണ്ട് റിയൽ ലൈഫിൽ വിഷ്ണു ഇടി ഉണ്ടാക്കിയിട്ടില്ല, കൊണ്ടിട്ടുണ്ടോ? ഇടി കൊണ്ടിട്ടില്ല. കൊണ്ടിട്ടില്ല. ഓക്കെ, കണ്ടിട്ടുണ്ട് ഷൂട്ടിന് വേണ്ടി കൊണ്ടിട്ടുണ്ട്. അറിയാതെയൊക്കെയുള്ള കൊള്ളലുകളുള്ളൂ. അല്ലാതെ ഇടി കൊള്ളേണ്ട സാഹചര്യങ്ങളിൽ മനഃപൂർവ്വം പോവാതെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഈ നമ്മുടെ ലൊക്കേഷനിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഇടി നടക്കുന്നു, വലിയ പടങ്ങൾ നടക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാനൊരു വീഡിയോ കണ്ടതാ, സൂര്യചേട്ടൻ ഓടിച്ചിട്ട് കളിക്കണം അവിടെ. ഇതിൻ്റെ ഇടയിൽ കൂടി ഇതിങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ ഫുള്ള്. അവൻ അവരോട് പറഞ്ഞാണ് പത്തി പഠിക്കണം എന്നാണ് അവിടുത്തെ പിള്ളേരോട് പറഞ്ഞു. എല്ലാ +2 പെൺപിള്ളേരും ഒക്കത്തേറി എനിക്ക് നടക്കാൻ വിളി. അപ്പൊ ഞാൻ സെറ്റ് ചെന്നപ്പോ ഇത് സൂരജല്ലേ ഇറങ്ങാന്ന് പറഞ്ഞു. 10 എത്ര ഇതെന്ന് കുറച്ച് പ്രായം ഉണ്ടാവനെ അപ്പൊ തന്നെ എടുത്ത് കിട്ട് പറഞ്ഞപ്പാ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ഓടിച്ചിട്ട് കളിക്കുന്ന അവിടെ പിള്ളേരായിട്ട് ഒളിച്ച് കളിക്കും. പുള്ളിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. തകർത്ത് വാറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്ക്. ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് ഇടി കൊണ്ടിട്ടില്ലല്ലോ, അപ്പൊ കാണാൻ ഓക്കെ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇതില് നല്ല രീതിയിൽ. എല്ലാരും അവരവരുടേതായിട്ടുള്ള ഏരിയകളാണ്. ഇപ്പൊ വിജയേട്ടനുണ്ട്, IM വിജയന്റെ ഒരു മാസ്റ്റർ പീസ് സാധനം ഇതിലുണ്ട്. എല്ലാവർക്കും ഒരു വ്യത്യസ്തമായി. ഇപ്പൊ ബിജുവേട്ടനാണെങ്കിലും എല്ലാവർക്കും ഒരു വെറൈറ്റി സാധനം ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും. എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും. അവരോരോ സിംഗിൾ ബിറ്റുകൾ ഉണ്ട് ഇതിനകത്ത്. ഉണ്ട്, അവരവർക്ക് ഓരോ സാധനം ടേസ്റ്റർ ആയിട്ടുണ്ട് ഇതിൽ നല്ല രീതിയിൽ അല്ലേ. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പീറ്റർ ഹെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ പടത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസും ഓരോ സ്റ്റൈലാണ് പുള്ളി കൊണ്ടുവരുന്നത്. ഇപ്പം ഇതിൽ നമുക്ക് ഇപ്പം നമ്മൾ കണ്ടുവന്നേക്കുന്ന സിനിമകളല്ലാതെ ഇതിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു വേറെ ടോൺ തന്നെയാണ് പിടിച്ചേക്കുന്നത്. നമുക്കൊരു സെപ്പറേറ്റ് ഒരു വ്യത്യസ്തമായ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് കൊടുത്തേക്കുന്നത്. ശരിക്കും അതിനൊരു ഭാഗമാകാൻ പറ്റുക പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമല്ല. ഇത്രയും വലിയൊരു കലാകാരനെ നമ്മുടെ നാട്ടിൽ നമ്മളൊരു സിനിമയിൽ വിഷ്ണുവിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്ന അല്ലേ മൂവി അല്ലേ. അപ്പൊ എന്തായാലും പുള്ളിനെ അഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ പുള്ളി ഈ ഇതിന്റെ കഥ കേൾക്കുകയും പുള്ളിക്ക് ഭയങ്കര റിലേറ്റ് ആവുകയും ഇതിലെ ക്യാരക്ടറിന് ഒരു ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചന്തു. പുള്ളിയുടെ ചൈൽഡ്ഹുഡും അങ്ങനെയായിരുന്നു പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ ഒരു ആത്മകഥാംശം ഈ സിനിമയിലുള്ളത് കൊണ്ട് തന്നെ പുള്ളിക്ക് ഭയങ്കര കണക്റ്റായി സിനിമയായിട്ട്. അതുകൊണ്ടാണ് പുള്ളി നമുക്ക് വേണ്ടി പുഷ്പ 2ന്റെ ഡേറ്റ് വരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്യാൻ. അത് നമുക്ക് ഭയങ്കര സന്തോഷം. പുള്ളി അത് ഇന്റർവ്യൂവിലും പൊതുവേദിയിലൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായ കാര്യമാണ്. നമ്മുടെ സിനിമയ്ക്ക് ഒരുപാട് ഗുണവും ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് പുള്ളി വേറൊരു പാറ്റേൺ ആണ് പുള്ളി കൺസീവ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റുഡൻസ് വാർ എന്ന് വെച്ചിട്ടുള്ളത്. അത് പുള്ളിയായിട്ട് തന്നെ കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ കഥയിൽ നമ്മൾ ആവശ്യപ്പെട്ട നമ്മുടെ കഥയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കൺസീവ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അത് പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ പുള്ളി കുറെ ഇൻപുട്സ് നമുക്ക് തന്നു. പുള്ളി ഇതിനെ കാണുന്നത് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിലുണ്ടാവുന്ന പുതുമകൾ അങ്ങനെ പുള്ളി ഒരു പുതിയ പാറ്റേൺ ഇതിൽ പാറ്റേണിലാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. പുള്ളിക്ക് മനസ്സിലായി എനിക്ക് ഇതിൽ കുറെ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നു. പുള്ളി നമ്മൾ പറയുന്നതല്ലാതെ കയ്യിൽ നിന്നിട്ട് കുറെ സാധനം തന്നിട്ടുണ്ട്. പുള്ളിയാണ് ഇതിന്റെ മൊത്തം കമ്പോസ് ചെയ്തത്. ഈ ഫൈറ്റിന്റെ ആ ഒരു മൊത്തം ഡിസൈൻ പുള്ളിയുടെയാണ്. നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഐഡിയ നമ്മൾ പറയുകയും അതിനെ പുള്ളി ഒന്ന് എൻഹാൻസ് ചെയ്ത് ഇപ്പൊ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയാന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സ്റ്റൈലിഷ് ഫൈറ്റ് പരിപാടി അല്ല. കൂട്ടത്തല്ല് നമ്മുടെ സിനിമയിൽ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല, ഒന്നും ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അത് പുള്ളി ക്ലാരിറ്റിയോടുകൂടി കൂട്ടത്തല്ല്, അതായത് ഓരോ ഫ്രെയിമിലും മിനിമം 100 പേരെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണ്. ഇപ്പൊ ഒരു അടി തുടങ്ങുമ്പോ 50 പേരുള്ള ഒരു അടി തുടങ്ങുമ്പോ 50 പേരുണ്ടാവും, കുറച്ചു നേരം കഴിയുമ്പോ 30 ആവും, പിന്നെ 20 ആവും. പിന്നെ ആ മെയിൻ ഹീറോയും വില്ലനും 4 പേരുമായിട്ട് ഒതുങ്ങാറാണല്ലോ പതിവ് എന്നുള്ളൊരു സാധനമാണ് ശ്രീജിത്ത് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത് ശരി തുടക്കം മുതൽ. നമുക്ക് ഇതിൽ അങ്ങനെ അല്ലാണ്ട് ആ ഒരു നിറവ് ഉണ്ടാവണം എന്നുള്ളൊരു സാധനം. ആ ഐഡിയയെ മാസ്റ്റർ എടുത്തതും
പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓരോ ഷോട്ടിലും ഈ 300 സ്റ്റുഡൻസും ഉണ്ട്, 10, 40, 50 ഫൈറ്റേഴ്സും ഉണ്ട്, ഈ അഭിനയിക്കുന്ന ബാക്കി ടീച്ചേഴ്സ്, സ്റ്റാഫ്, അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട്. എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹമൊക്കെ ചെയ്തേക്കുന്ന ഫൈറ്റൊക്കെ പുള്ളി ഒരു തരത്തിൽ സേഫ് ആയിരിക്കും. കാരണം ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, എല്ലാ ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ടും ഇതെല്ലാം പഠിച്ച ആൾക്കാരെല്ലാവർക്കും പുള്ളിയുടെ കൂടെ തന്നെ. ഇതൊന്നും ശരിക്കും ആ നാട്ടുകാരൊക്കെ തന്നെയല്ലേ നമ്മൾ കൂടുതൽ എടുത്തേക്കുന്നത്. സിനിമ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നത്. ആ സ്റ്റുഡൻസ് 300 പേരെന്ന് പറഞ്ഞാൽ അവർ 300 പേരും ആദ്യമായിട്ട് മൂവി ക്യാമറ നേരിട്ട് കാണുന്നവരും. അപ്പോ അവർക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. നമ്മള് മെയിൻ ആയിട്ടും കുറെ പിള്ളേരെ പിക്ക് ചെയ്തിട്ടുണ്ട്. അക്രോബാറ്റിക്സ് ചെയ്യുന്ന കുട്ടികളുണ്ട്, കരാട്ടെ സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ പാക്കോർ ചെയ്യുന്നവരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സീക്വൻസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നാലും ഓവറോൾ നോക്കുമ്പോൾ ബാക്കി ടോട്ടൽ 300 പേരുണ്ടല്ലോ. ഇതിൽ ഒന്നും അറിയാത്ത എന്നാൽ ഇതിന് താല്പര്യത്തോടു കൂടി ഫുൾ എനർജിയിൽ നമ്മുടെ കൂടെ സഹകരിക്കുന്ന കുട്ടികളാണ്. ആ സ്കൂളിലെ മൊത്തം കുട്ടികളുണ്ട്. എല്ലാവർക്കും ഭയങ്കര താല്പര്യം വരുന്നല്ലേ? അതെ അതെ, അവർക്കൊക്കെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും, വെറുതെ ഒരു അഭിനയം മാത്രമല്ല, നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാന്ന് പറഞ്ഞാൽ അതിലൊരു ഒറ്റ കുട്ടി പോലും ഈ ഫൈറ്റിന്റെ ഇടയിൽ ഇതൊരു അഭിനയമാണെന്നുള്ള രീതിയിൽ ചിരിക്കുകയോ അങ്ങനെ ഒരു സാധനം നമുക്ക് കാണും. കാരണം ഇത്രയും പിള്ളേരും സ്ട്രോങ് ആയിട്ട് വളരെ ഈ മാസ്റ്റർ അവർക്കൊരു ക്ലാസ് ആദ്യമേ കൊടുക്കും. ഷൂട്ട് ഡെയിലി രാവിലെ വന്നിട്ട് ഒരു 10-15 മിനിറ്റ് പുള്ളി പിള്ളേരോട് മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് ഒരു ക്ലാസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ എനർജി നമുക്ക് കൊടുക്കണത് നമുക്ക് ഫീൽ ചെയ്യും. എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആയെന്ന് പുള്ളിക്ക് തോന്നി അപ്പൊ മൈക്കെടുത്തിട്ട് പുള്ളി ഒരു പവർ അങ്ങോട്ട് കൊടുക്കും പിള്ളേർക്ക്. അതായത് ഉച്ചക്ക് ഭക്ഷണമില്ല, അത് ഓപ്പണായിട്ട് പറയും. തെറ്റിച്ചല്ല, പവറ് തെറ്റില്ല. ഇതിനൊരു ഇത് വേണമല്ലോ, എനർജി കീപ്പ് ചെയ്ത്. അപ്പൊ പുള്ളി നല്ല രസമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. ഫൈറ്റേഴ്സിനെ പറയും പുള്ളി ഏത് ഭാഷയിലാണ് പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൂടുതലും? പുള്ളിയുടെ അസിസ്റ്റൻസ് ഉണ്ട്, അവര് ഹൈദരാബാദിൽ നിന്നാണ്. അവരോട് തെലുങ്കിൽ പറയാം, നല്ല കനത്ത ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞേക്കാം. ഇംഗ്ലീഷിലും തമിഴിലും കൂടി മിക്സ് ചെയ്ത് പുള്ളി പറയും. എല്ലാവർക്കും മനസ്സിലാവണ പോലെ പുള്ളി പറയണതൊക്കെ പറഞ്ഞ പിള്ളേർക്കാണെങ്കിലും ഫൈറ്റേഴ്സിനാണെങ്കിലും പുള്ളിയുടെ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ പിള്ളേർക്ക് അങ്ങനെ ചാടണം, എന്നിട്ടാ പോകണം. അങ്ങനത്തെമാരാണ് നിക്കണത്. ബാക്കി ഞാൻ സ്പോയിലർ ആണോണ്ട് പറയുന്നില്ല. അങ്ങനത്തെ അവന്മാരാണ് നിക്കണത്. ഇവന്മാരെ നമ്മുടെ സ്കൂളിൽ വന്ന വെറുതെ വിടും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ടേ ഇവന്മാരെങ്ങനെയാണ് ഞങ്ങൾ ഇടിക്കേണ്ടത്. പിന്നെ പുള്ളിയിൽ കണ്ടൊരു കാര്യമുണ്ട് കേട്ടോ, കുറെ മാസ്റ്റർമാരായിട്ട് നമ്മൾ വർക്ക് ചെയ്തതല്ല. ബാക്കി മിക്ക മാസ്റ്റർമാരും അവരുടെ അസിസ്റ്റന്റ് അടുത്ത് പറയും, ഡേ ഒരു വട്ടി കാണിച്ചു കൊടുക്കുന്ന പറയും. ഇത് മാസ്റ്റർ നിലത്ത് കിടന്ന് കാണിക്കും. അത് ഞാൻ പുള്ളിയെ കുറച്ചുപേര് അങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളൂ. പുള്ളിക്ക് ഈ സമയം കളയാനായിട്ടാണോ അറിയില്ല, എനിക്ക് മറ്റവനെ പഠിപ്പിച്ച് എന്റെ സീക്വൻസ് അത് പുള്ളി എന്നെ ഡയറക്ടർ കാണിച്ചെന്ന് പുള്ളി എനിക്ക് തോന്നി. ഞാൻ വേറെ വർക്ക് ചെയ്തിട്ടില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ പുള്ളി കൃത്യമായിട്ട് പറഞ്ഞുതരും. അതിന്റെ ആ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുക്കാനും അതുപോലെ നമുക്ക് ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ലൊരു മാസ്റ്റർ ആൻഡ് പ്ലസ് മോട്ടിവേറ്ററും കൂടിയാണ്. കറക്റ്റ് ആയിട്ട് എന്താ വേണ്ടത് പുള്ളി നമ്മൾ ചെയ്യേണ്ട സാധനം പുള്ളി എക്സ്പ്രഷൻസ് ഇട്ടുതരും. അത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി അപ്പൊ തന്നെ പറയും അത് ഓക്കെ അല്ല, മീൻ രണ്ടാമത് ഷൂട്ട് മീൻ ടേക്ക് പോവും. അതപ്പോ നമുക്ക് പുള്ളി ഓക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. പുള്ളി ഇത്രയും വഴക്കൊക്കെ പറയും. എന്നിട്ട് പുള്ളി ചില ഷോട്ടിന് പുള്ളി അത് കേൾക്കുമ്പോ ഇത്രയും പിള്ളേര് ഈ 300 പിള്ളേര് ആ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ടാവൂല്ലേ ഈ ക്രൂ കംപ്ലീറ്റ് ഇത്രയും ദിവസം അവരായിട്ട് എല്ലാവരും. അത് തന്നെ. അതുപോലെ തന്നെ ഒരു സൈക്കിളുകൾ ഇപ്പൊ ഹെർക്കുലീസ് സൈക്കിളൊക്കെ വേണമെങ്കിൽ രാവിലെ തന്നെ ആ റോട്ടിൽ പോയി അവിടെ പാലെടുക്കാൻ പോകുന്ന ആൾക്കാരെ നാട്ടുകാരെ തന്നെ ഇതെല്ലാം കളക്ട് ചെയ്ത് മേടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ദീപും മെൽവിനും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. കഥയും പറഞ്ഞിട്ടുണ്ടാവല്ലോ. കഥ പറഞ്ഞു, പക്ഷെ ഇവിടെ പറയരുതെന്ന് പറഞ്ഞു, പറഞ്ഞ ഇട്ടിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ സൈക്കിളും ഇപ്പം മെൽവിനൊക്കെ ആണെങ്കിൽ തന്നെ റോട്ടിൽ നിന്ന് ചേട്ടന്മാരെ നിന്ന് മേടിച്ചോണ്ട് പോവാം. 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ എടുത്തോണ്ട് പോകും. ഭയങ്കര അങ്ങനത്തെ കുറെ ടെൻഷനൊക്കെ ഉണ്ട്. അവർക്ക് ഈ കണ്ടിന്യൂറ്റി ഒന്നും അറിയില്ലല്ലോ അല്ലെ, നാട്ടുമ്പുറമൊക്കെ ആയതുകൊണ്ട്. അവരെല്ലാരും സഹകരിച്ചു.
ആ നാടും ആ സ്കൂളും അവിടുത്തെ പ്രിൻസിപ്പളും പ്രധാനമായിട്ട് പറഞ്ഞാൽ അവിടുത്തെ കുട്ടികളൊക്കെ ഫുൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ കൂടെ നിന്നു. അതുകൊണ്ട് ഒരു പുതിയ അനുഭവം നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തിയേറ്ററിൽ എന്തായാലും അതൊരു അനുഭവിച്ചറിയേണ്ട ഒരു പരിപാടിയാണ്. നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് അവിടുന്ന് കിട്ടി, ഇവരുടെ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ട്. പിന്നെ ഇതിൽ ചന്തുവിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ചന്തു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിലേക്ക് വരുന്നത്. ഒരു സസ്പെൻസ് ഒന്നും അല്ല അല്ലേ? ഓക്കെ, ഒരു നെഗറ്റീവ് ഇതിലേക്ക് വരുന്ന ആദ്യമായിട്ടായിരിക്കും, ഇതിലേക്ക് ആദ്യമായിട്ടായിരിക്കും. ചന്തു കറക്റ്റായിട്ട് കണക്ട് ആയിരുന്നോ? കഥയും കഥാപാത്രവും ഇതെല്ലാമായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിരുന്നു? അല്ല, ഈ സിനിമയുടെ ആദ്യ ചിന്ത മുതൽ ചന്തു ഈ പടത്തിലുള്ളത്. ശ്രീതേട്ടനും സലീമേട്ടന്റെ പടത്തിന്റെ ക്യാമറാമാനായിരുന്നു ശ്രീതേട്ടൻ, ഡയറക്ടർ. അപ്പോ ആ പടത്തിൽ അസിസ്റ്റന്റായിരുന്നു ചന്തു. അന്ന് തുടങ്ങിയ ഒരു ഫാമിലി പോലെ കണക്റ്റഡ് ആണ്. എനിക്കും ചന്തുവായിട്ട് നേരത്തെ തുടങ്ങി പരിചയമുള്ളതാണ്. ചന്തു ഈ സിനിമയുടെ തുടക്കം മുതലേ ഉള്ളതാണ്. ഈ കൺഫ്യൂഷൻ വരാറുണ്ടോ? അടുത്തത് ചന്തുവിന്റെ സീക്വൻസ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വിളിയേക്കോ? വിഷ്ണു തന്നെയാണ് ക്യാരക്ടറിന്റെ പേരല്ല വിളിച്ചിരുന്നത്. അങ്ങനെ വിളിക്കാനായിട്ട് നമ്മളെവിടെ പോയില്ല, നമ്മൾ ഇനി മാറാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമ്മളിപ്പോ റിലീസിലേക്ക് വരികയാണ്. ഇപ്പൊ വരുന്നത് ഇത് യൂത്തിന് മാത്രമുള്ള ഒരു സിനിമയല്ല, പ്ലസ് ഒരു ഫാമിലിക്കും എല്ലാവർക്കും കണക്ട് ആവുന്ന, ഇമോഷണലി എല്ലാ രീതിയിലും കണക്ട് ആവുന്ന. ലെന ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വ്യത്യസ്തമായ ലെയറുകളായിട്ടാണ് ഈ സിനിമയുടെ ഇത് കിടക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഈ സ്റ്റോറി വർക്ക്ഔട്ട് ഇത് എവിടുന്ന് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെ ഒരു കഥയിലേക്ക്? ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്ന കഥയല്ല, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, ട്രൂ ഇവന്റ്സ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ശ്രീജിത്തേട്ടന്റെ ഒരു സ്കൂൾ അനുഭവം വെച്ചിട്ടാണ് ഇതെന്നോട് ആദ്യം പറയുന്നത്. പിന്നീട് ഈ കഥയുടെ ഓരോ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കുന്ന സമയത്ത് ബിനു തൃക്കാക്കരയും ശ്രീതേട്ടനും ഞാനും ഒക്കെ ഇരുന്നിട്ട് ആണ് ഞങ്ങളൊന്ന് ലോക്ക് ചെയ്യുന്നത്. അതിനു ശേഷമാണ് മാസ്റ്റർ ഈ സിനിമയിലേക്ക് വരുന്നത്. പുള്ളി വന്നതിന് ശേഷം പുള്ളിയുടെ ഇൻപുട്ടും ഉണ്ട്. അവരെല്ലാരും കൂടി കൂടിയിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഓരോരുത്തരടുത്തും നെറേറ്റ് ചെയ്യേണ്ടപ്പോ നമ്മള് ഈ അമ്മയുടെ ക്യാരക്ടർ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ പോരാ, നല്ലൊരു ആക്ട്രസ് തന്നെ ചെയ്യണം. അപ്പൊ അവരെ വിളിക്കുമ്പോ ഒരു വെറുതെ ഒരു അമ്മ വേഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനെന്തെങ്കിലും തിങ്സ് വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോ ക്യാരക്ടറിന് സെപ്പറേറ്റ് ലൈഫ് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ജയശ്രീയുടെ ക്യാരക്ടറിന് അവളുടേതായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അതിന് ഒരു ഡെപ്ത് ഉണ്ട്. അവരുടെ ഒരു ലെയർ വേറെയാണ്. ജയശ്രീക്ക് ഒരു ബ്രദർ ഉണ്ട്, ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞ തിരികെ എന്ന് പറഞ്ഞ പടത്തിലുള്ള ഗോപികൃഷ്ണനാണ് ആ വേഷം ചെയ്തിട്ടുള്ളത്. ജോണി ആന്റണി ചേട്ടനാണ് ഇവരുടെ ഫാദറായിട്ട് അഭിനയിക്കുന്നത്. അതേപോലെ വിച്ചുബ്രോന്റെ ക്യാരക്ടറിന് അവരുടെ ഒരു ഫാമിലിയുടെ ഒരു സംഭവം ഉണ്ട്. അത് ഈ സ്കൂളുമായിട്ട് എങ്ങനെ കണക്ട് ആവും എന്നുള്ളത് അത് വേറൊരു ലെയറാണ്. അതെ, അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിന് അങ്ങനെ ഒരു ലെയർ കിടക്കുന്നുണ്ട്. ഇതൊന്നും പെട്ടെന്നുള്ള ഒരു കാഴ്ചയിൽ നമുക്ക് കാണണമെന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരുപാട് ലെയറുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. ലെന ചേച്ചിയുടെ ക്യാരക്ടറിന്റെ ഒരു ജേണിയാണ് ടോട്ടലി സിനിമ എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ഒരു കാഴ്ചയിൽ ലെന ചേച്ചിയാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് നമുക്ക് തോന്നുന്നു. അതെ, അപ്പൊ അവരുടെ മകനെ, അതും ഇങ്ങനെ ചെറിയ സ്വഭാവ വൈകല്യമുള്ള ഒരു മകനെ, സ്വഭാവ വൈകല്യം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു അച്ഛന്റെ മകനാണ് ഈ ചന്തു. അപ്പൊ അച്ഛൻ പോലീസുകാരനായിരുന്നു. ചെറുപ്പം തുടങ്ങി അങ്ങനെ ഒരു പല ദുരനുഭവങ്ങളും നേരിടുകയും അതിന്റെ ഒരു ട്രോമ ഉള്ള ഒരു കുട്ടിയായിട്ട് ഉള്ള ക്യാരക്ടർ. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർക്കും ഏറ്റവും കണക്ട് ആയ ഒരു കാര്യം. അതുകൊണ്ട് ഈ അമ്മ നേരിടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ സ്കൂളിൽ നിന്ന് മാറി 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 പല പല സ്കൂളുകളിൽ പോയി ഇവൻ ജന്മം ചെയ്ത +2 പാസ്സാവണില്ല. +2 പാസ്സായി കഴിഞ്ഞാൽ ഇവന് പോലീസിൽ ജോലി കിട്ടും. അച്ഛൻ സർവീസ് മരിച്ചു. അപ്പോ ഇവൻ എങ്ങനെയെങ്കിലും എന്നുള്ള പാസ്സായി കിട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു, അങ്ങനെയാണ് ഇവരുടെ തറവാട്, അമ്മയുടെ തറവാട്ടിലുള്ള അതിന്റെ അടുത്തുള്ള സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതാണ്. അവിടെ നിന്ന് പരിപാടി കഥ തുടങ്ങുന്നത്. നമ്മുടെ റിയൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ചന്തുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടുള്ള ചന്തുവിനെ കണക്ട് ആയിട്ടുണ്ടോ? ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എല്ലാ ക്ലാസ്സിലും, ഞാൻ സ്കൂൾ ബേസ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഓർമ്മ വരിക, എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും ഒരു ഇടിയൻ ഉണ്ടാവും. ശരിയാണ്, മിനിമം ഒരു ഇടിയൻ, ഒന്നിലധികം ഇടിയന്മാരുണ്ടാവും. അങ്കമാലി ഭാഗത്തൊക്കെ ഒരു ക്ലാസ്സിൽ ഒന്നിൽ കൂടുതൽ ഇടി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് വന്ന് അവസാനിക്കുന്നത്. അല്ല, നമ്മുടെ ഗ്യാങ്ങിലും അങ്ങനെ ഒരു ഇടിയനുള്ള ആരാണ്? പേര് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ. നമ്മൾ തന്നെയാണ്. ഓക്കെ, ഞാൻ ചോദിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നു.
ചോദ്യം അവിടെ ക്ലോസ് ആയി. നമ്മൾ തന്നെയാണ് ഇതിപ്പോ കൂട്ടുകാരൊക്കെ കേൾക്കുമ്പോ അത് അവൻ തന്നെയെന്ന് പറയണ്ടാവൂലേ? പിന്നെന്താ. ഓക്കെ, അപ്പൊ എന്തായാലും പെട്ടെന്ന് ഇവിടുത്തെ കഥ സമ്മതിക്കണം, ചെയ്തൊക്കെ സമ്മതിക്കണ്ടേ. അപ്പൊ ഇന്റെ പിന്നെ ഉറപ്പായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതെ, ഞാൻ മാറ്റി വെറുതെ എന്തിനാ ചോദിച്ചു പിടിക്കണേ? എന്റെ ലൈഫിൽ അങ്ങനെ ഞാൻ പറഞ്ഞു ഈ പരിപാടികൾ അങ്ങനെ ഒന്നും ഇപ്പൊ കോളേജിലാണെങ്കിലും എന്റെ ക്ലാസ്സിലൊന്നും ആരും അങ്ങനെ മീൻ അവരുടെ പേഴ്സണൽ ലൈഫ് അവിടെ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ശ്രദ്ധിക്കാൻ പോയിട്ടില്ല, പഠിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ പഠിക്കാൻ വേണ്ടി മാത്രം പോയോണ്ടൊന്നല്ല. പിന്നെ എന്തിനാ പോയ? പഠിക്കാനല്ലേ പിന്നെ എന്തിനാ പോയ? ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ക്യാമ്പസ്, അങ്ങനെ കുറെ അനുഭവങ്ങൾ, ഓർമ്മകൾ. ഓഫ് കോഴ്സ് ഓർമ്മകൾ. എന്റെ ഏറ്റവും അടിപൊളി കാലഘട്ടമാണ് കോളേജ്. പക്ഷെ എന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കിക്കും, ഫാൻ ഫൈറ്റ്, വയലൻസ് ഇല്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അങ്ങനെ അതുപോലെ ജയശ്രീനോട് തന്നെ മൊത്തത്തിൽ ചോദിക്കാനുള്ളതാണ്, എല്ലാ സിനിമയുടെ ലൊക്കേഷനിൽ ഒരു നേരം പോക്ക് ഉണ്ടാവും. എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി പാട്ട് പാടും, തമാശകളൊക്കെ കുറഞ്ഞിരിക്കും. നമ്മുടെ ലൊക്കേഷനിൽ അങ്ങനെ ഒരു നേരം പോക്ക് എന്തായിരുന്നു? സൂരജ്. അതൊക്കെ ഈ നടിമാരോട് ചോദിക്കും, ഇവിടെ പ്രൊഡ്യൂസറുടെ അടുത്ത് എന്റെ സോറി ചോദിക്കാൻ പാടില്ലായിരുന്നു. കിച്ചോട്ടാ പറയും, എന്തായിരുന്നു ഏറ്റവും കൂടുതൽ? പറഞ്ഞോളൂ. ഇല്ല, ഞാൻ ഏത് ലൊക്കേഷനിൽ പോയാലും ആരെങ്കിലും ഒരാളെ പിടിക്കും, ഒരു വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ, അല്ലെങ്കിൽ ഒരു മാറ്റർ ഇട്ട് കൊടുക്കും പുള്ളിക്ക്. പിന്നെ അവനെ പിടിച്ചിങ്ങനെ കഥ ഉണ്ടാക്കി കേറിയൊക്കെ പോകുന്നോളൂ. ചേട്ടൻ ഉണ്ടായിരുന്നു, സൂരജ് ഉണ്ടായിരുന്നു, ഫുക്രു ഉണ്ടായിരുന്നു. പിന്നെ കമ്പനി അടിക്കാൻ സൂരജ് ഫുക്രു ഒക്കെ ഇവരുടെ കൂടെയുള്ളൂ. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, ഞങ്ങള് പുറത്തുള്ള ആൾക്കാരാണ്. ഞാൻ അഭിനയിക്കാൻ വന്ന കഥ പറയാ. ഈ നമ്മുടെ ഈ ക്ലൈമാക്സ് പോർഷൻ എടുക്കട്ടെ, ഈ പറഞ്ഞ ക്ലൈമാക്സ് ഫൈറ്റ് 100-300 സ്റ്റുഡൻസ് ഉള്ള ഫൈറ്റിന് അഭിനയിക്കാനായിട്ട് ഒറിജിനൽ ഗുണ്ടേനൊക്കെ കൊണ്ടുവന്നു ആളെ തയ്ക്കണമല്ലോ. ചെന്നൈന്ന് അതേപോലെ ഹൈദരാബാദ് നിന്നൊക്കെ വന്ന ഫൈറ്റേഴ്സിന് അവരുണ്ട്. ഒബ്വിയസ്ലി അവര് ഇത്ര പേര് നിർബന്ധമായിട്ടുണ്ട്. കുറച്ചു നേരം കൂടി ആളെ കൂട്ടാനായിട്ട് ഇവിടെ നിന്നും ഒക്കെ വിളിച്ചു. അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ സുഹൃത്തിനെ ഒറിജിനൽ ഒരു ഗുണ്ടേനെ വിളിച്ചിട്ടൊക്കെ അവിടെ ഗുണ്ടേന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അവിടുത്തെ തന്നെ ആ പ്രദേശത്ത് അല്ലല്ല, അവിടുത്തെ അല്ല, വേറെ സ്ഥലത്ത് നിന്ന് വന്നേക്കാം. ഇയാള് ഗുണ്ടയാണെന്ന് പറയുകയും ചെയ്ത് കണ്ടാലും അറിയാം ഗുണ്ടയാണ്. അപ്പൊ പുള്ളി വന്നിട്ട് പറഞ്ഞു നടക്കണ്ട പുള്ളി, ഞാൻ ഫ്രണ്ടിലേക്ക് കൂട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ അഭിനയമോഹികളായിട്ടുള്ള ഗുണ്ടകളുണ്ടേ വന്ന് നിൽപ്പുണ്ട്. ഉപയോഗമാരോട് ബാഗിലേക്കടാ ശരി ചേട്ടാന്ന് പറഞ്ഞ ബാഗിൽ പുള്ളി നെഞ്ചും പിരിച്ച് ഫ്രണ്ടിൽ തന്നെ കയറി നിൽക്കുന്നു ഫസ്റ്റ് ദിവസം. അപ്പൊ പുള്ളിക്ക് അറിയില്ല ഇങ്ങനത്തെ ഒരു അടി വരുന്നുണ്ട്. പുള്ളി ഒറിജിനല് ഇടിക്കും, ചെല്ലുക, ഇടി ഉണ്ടാക്കുക, അതല്ല ഗുണ്ടയുടെ പരിപാടി. ഇവിടെ ഈ 100-300 പിള്ളേര് ടൂളുമായിട്ട് വന്ന് പുള്ളിക്കിട്ട് അടിക്കുന്ന കാര്യം പുള്ളി വിചാരിച്ചിട്ടില്ല. ഫസ്റ്റ് ദിവസത്തെ അടി കഴിഞ്ഞു. പിറ്റേ ദിവസം ഗുണ്ട വന്നിട്ട് ഫ്രണ്ടിട്ട് കൊള്ളിട്ടാ മാസം ഫ്രണ്ടിൽ നടിയനവിടാ. അപ്പൊ പുറകില് പുള്ളിക്കണ്. ഞാൻ നോക്കുമ്പോ മാവിന്റെ പുറയില്ലേ അവിടെ വിളിച്ചേക്കണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടനല്ലേ വിളിക്കണത്. ഇടികൊണ്ടിട്ട് ആ പിള്ളേര് എടുത്തിട്ട് അടക്കൂലേ അവിടെ. ഈ പുള്ളിക്ക് തിരിച്ചടിക്കാനൊന്നും പറ്റില്ല. സിനിമയിൽ പോയി പിള്ളേരുമാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഫ്രണ്ട്സ് ഡെഡിക്കേറ്റ് ചെയ്തൊരു ചോദ്യമാണ്, അത് വിഷ്ണുപ്രിയനോട് ചോദിക്കുകയാണ്. സിനിമയ്ക്ക് മുമ്പും സിനിമയ്ക്ക് ശേഷവും, അതായത് ഇപ്പോൾ നമ്മൾ കട്ടപ്പന ഇതൊക്കെ നടന്നതിന് ശേഷം ഇപ്പം നമ്മൾ ഒരു നടൻ ഒരു നമ്മൾ എന്താണ് ജോലി ചോദിക്കുമ്പോൾ അവൻ നടനാണെന്ന് രജിസ്റ്ററായി, ആളുകളൊക്കെ നമ്മൾ ആ രീതിയിലൊക്കെ കാണാൻ തുടങ്ങി. പക്ഷെ വീട്ടിൽ അന്നും റേഷൻ കടയിൽ വിടുവരുന്നു, ആ സിനിമ കഴിഞ്ഞിട്ട് സജ്ജി എന്ന റേഷൻ കടയിൽ വിടുവരുന്നു ഇല്ലേ? അങ്ങനെ വിട്ടിട്ടില്ലേ? അങ്ങനെ പോകുന്നു പറയാമോ? ഞാൻ ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. റേഷൻ കട പോയി എന്തോ മേടിക്കാനൊക്കെ ആയിട്ട് പോയതാ. എന്നിട്ട് തിരിച്ചു വന്നപ്പോ ഇത് പിടിച്ചിട്ടാണ് ഒരു ഫോട്ടോ എടുക്കുക, നമുക്ക് എന്നിട്ട് ഗ്രൂപ്പിലിടാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുപ്പിച്ച ഫോട്ടോയാ. ഒരു കയ്യില് ബിഗ് ഷോപ്പറും മണ്ണെണ്ണ പാട്ടൊക്കെ ആയിട്ട് ഫോട്ടോ ഗ്രൂപ്പിലൊക്കെ ഇട്ട് വീട്ടിൽ പറഞ്ഞ ഞാനിപ്പോ പഴയ പോലെ അല്ല, ഞാനിപ്പോ ഒരു സെലിബ്രിറ്റി പറഞ്ഞു സാറായിന്ന് പറഞ്ഞിട്ട് വീട്ടുകാര് വിശ്വസിക്കണ്ടേ. ചോറ് വേണമെങ്കിൽ നീ തന്നെ പോയി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പന കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നായകനൊക്കെ അല്ല ഇനി എന്തെങ്കിലും പണിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും പണിക്കുവോ? തമാശക്ക് പറയാനാണ്.
അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും എല്ലാവരും നമുക്ക് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കഥകൾ ഓരോരുത്തരുടെ ഭാഗത്ത് കേൾക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് അല്ലേ, ഇത്രയും വലിയ ഒരു സിനിമ നടന്നെന്ന് പറയുമ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ ആൾക്കാർ ഇനി തിയേറ്ററിൽ പോയി കാണട്ടെ. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട ഒരു സ്റ്റോറിയാണ്. കാരണം ഒരു കൂട്ടായ്മയുടെ വിജയം, ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു നാടും നാട്ടുകാരും ഈ സിനിമയുടെ ക്രൂവും എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായിട്ടുണ്ടായ ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി ഇത് തിയേറ്ററിൽ മസ്റ്റ് ഞാനും ഉണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടും ഫസ്റ്റ് തന്നെ ഞാനുണ്ടാവും. ഇതിന്റെ റിവ്യൂ ഞാൻ തന്നെ പറയും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. ഈ പടം വളരെ വിജയമാവട്ടെ. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ ആശംസയും. താങ്ക് യു. താങ്ക് യു.